മിനിറ്റുകൾ നീണ്ട കാത്തുനിൽപ്പിന് ശേഷം കോഴിക്കോട് തുറന്നു. പോലീസിന് ദർശനം കിട്ടി. അപ്പോൾ ദേ ഒരൊറ്റ ചോദ്യം, ഏത് കേസാ? പിന്നെ കുണുങ്ങി കുണുങ്ങി കുണുവാവ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് വലിയ തിരിച്ചടി. രാഹുലിനെ 3 ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ടു. കോഴികട്ടവന്റെ തലയിലല്ലോ പൂട. കുഞ്ഞുണ്ടായാൽ വിവാഹത്തിന് വേഗം വീട്ടുകാർ സമ്മതിക്കും. വാറുണ്ണി കയറിയ വീടെന്ന് പറഞ്ഞ എന്താ അർത്ഥം? ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു കിടക്കുവാണല്ലോ. പെണ്ണ് കേസിന്റെ ആളാ. ഭയപ്പെട വേണ്ട ശമ്പകോ, ഒരു കേസ് കൂടി. അയ്യോ, ഇവന്റെ പെണ്ണിന്റെ കഥ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പറിന് അതൊന്ന് ടിഷ്യൂ എടുക്കുന്ന പോലെ ഒരെണ്ണം എടുക്കുമ്പോ അടുത്ത വരും. ഒന്നാണെങ്കിൽ പറയാം തെറ്റ്, ഇത് ചെറിയ കേസല്ല, എന്നാലും ആ തെറ്റ് രണ്ടാമതും ആവർത്തിച്ചാലോ കുറ്റം, മൂന്നാമതും നാലാമതും അതല്ല ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നാൽ എന്ത് ചെയ്യും? വാറുണ്ണിയൊക്കെ എന്ത്, ഇത് ഐറ്റം വേറെ. വടകരയിലെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇത്തരത്തിൽ വടകരയിൽ ആർക്കാണ് ഫ്ലാറ്റ് ഉള്ളത്? വടകരയിൽ ആരുടെ ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ക്ഷണിച്ചിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഏത് ഫ്ലാറ്റിന്റെ കാര്യത്തിൽ എനിക്ക് ഫ്ലാറ്റ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? അല്ല, ഞാൻ ചോദിക്കും, ഞാൻ എന്തിനാ അതിന് മറുപടി പറയുന്നു? ഞാൻ ആരുൾപ്പെടെ നമ്പർ 1 കോഴി എന്ന ഒരു ട്രോഫിയുമായാണ് പ്രതിഷേധത്തിനെത്തുന്നത്. ആ ട്രോഫി രാഹുൽ മാങ്കൂട്ടത്തിന് കൈമാറുമെന്നാണ് യുവമോർച്ച പ്രവർത്തകർ പറയുന്നത്. യുവമോർച്ച പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ആണ് ഈ പ്രതിഷേധം നടത്തുന്നത്. റിമാൻഡിലായി ജയിലിലെത്തിയപ്പോൾ സഹതടവുകാരില്ല. ഒറ്റയ്ക്ക് പുള്ളിക്ക് പറ്റില്ലേ, ബോറടിക്കും. ഇതറിഞ്ഞ് ഇഷ്ടക്കാരായ കോൺഗ്രസ് നേതാക്കൾ കാണാനെത്തി. അതിപ്പോ കോൺഗ്രസിന് പീഡനക്കാരെ അങ്ങ് മാറ്റി നിർത്താനോ തള്ളാനോ ഒന്നും പറ്റൂലല്ലോ, എന്നാ പിന്നെ പാർട്ടിയെ കാണൂല. അങ്ങനെ കോഴിയെ, ഇതാണ് ഈ കോഴിയെ ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും. രാഹുലിനെ കോടതിയിൽ ഹാജരാക്കാൻ വരുമ്പോ ദേ വരും നല്ല മുഴുത്ത മുട്ട. വിദ്യാർത്ഥി സംഘടനകൾ തീമുട്ടയൊക്കെ എറിഞ്ഞു. പുള്ളി ഉഗ്രൻ ക്യാമറാമാനാണത്രേ. അശ്ലീല ദൃശ്യങ്ങൾ എടുക്കുന്നതിലാണ് മിടുക്ക്. ഇവനെ അറിയാവോ? ഇവൻ ഭയങ്കര ക്യാമറമാനാ. ഫേമസ് ആണോ? ഫേമസ് ആണോന്നോ ഒന്നും പറയണ്ടേ, റിസ്കി ഷോട്ടുകളാ. 2 ഫോണുകൾ പൊക്കിയിട്ടുണ്ട്. പക്ഷേ പാസ്വേഡ് പറയാൻ രാഹുൽ തയ്യാറല്ല. അന്വേഷണവുമായി സഹകരിക്കുന്നില്ലത്രേ. ഫോണിൽ ഇനി എന്തൊക്കെ കാണുമോ എന്തോ. ആ കാത്തു നിൽക്കുന്ന പോലീസുകാരൻ അവിടെ നിൽക്കത്തേ ഉള്ളൂ. ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല. അപ്പൊ ഇവരുടെ ആ രീതി കണ്ടപ്പോ രാഹുൽ എന്തോ ഒരു ഭീകരവാദിയാണോ? എനിക്കത് മനസ്സിലാകുന്നില്ല. ഇവർക്ക് പിടിക്കാനായിരുന്നെങ്കിൽ ഇന്നലെ കൊല്ലത്തുനിന്ന് തന്നെ പിടിച്ചെടുത്തോണ്ട് പോകാമായിരുന്നു. മകൻ വെറും പച്ച പാവം. അമ്മയെ ഇറക്കിയുള്ള പൂഴിക്കടകനാണ്. വീട് വളഞ്ഞു കൊണ്ടുപോകേണ്ട കുറ്റകൃത്യങ്ങളൊന്നും രാഹുൽ ഇതുവരെ ചെയ്തിട്ടില്ല. ഒന്നും ആയിട്ടില്ല, വരുന്നതേ ഉള്ളൂ ബാക്കി. ഇനിയും എത്രയോ കാണാൻ കിടക്കുന്നു.